ഏയ്, എന്താ ഒരാലോചന? ശംഭുവിന്റെ ഭാര്യ 4ാമതും പ്രസവിച്ചെന്ന്. നമ്മുടെ കുടിയൻ ശംഭുവിന്റെ 4ാമത്തതും പെൺകുഞ്ഞ്. അവൻ ഇനിയും നേർച്ച നേരുമെന്ന്. ആൺകുട്ടിയെ കിട്ടുന്നവരെ മുരുകൻ കോവിലിൽ പോയി വേൽക്കാവടി എടുക്കുമെന്നാ പറയുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മകളുടെ സ്ഥാനത്ത് കലയില്ലേ? അവളെ മകളായ ഞാനും കണ്ടിട്ടുള്ളൂ. എൻ്റെ നെഞ്ചി കിടന്ന് വളർന്ന കുട്ടിയല്ലേ അവള്. അതെ, പൊലച്ചയ്ക്ക് കാണുന്ന സ്വപ്നങ്ങൾ ബലിക്കുന്നല്ലേ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമുക്കും കിട്ടി ഒരാൺകുട്ടിയെ. വെളുത്ത് തുടുത്തൊരു സുന്ദരക്കുട്ടൻ. പക്ഷേ അവന് ചായ എന്നേക്കാൾ കൂടുതൽ കലയോടായിരുന്നു. നമ്മളെക്കാൾ കൂടുതൽ കുട്ടിയുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് അവളല്ലേ. അതുകൊണ്ടാവും. ചാവുമ്പോൾ കൊള്ളി വയ്ക്കാൻ ഒരാൺകുട്ടിയെ വേണം. ചിലപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. സമാധാനമായിട്ടിരിക്കൂ. മാധവൻ ഡോക്ടറുടെ കുറിപ്പ് പോയിട്ട് വെള്ളിയാഴ്ച നമ്മൾ സിറ്റിയിൽ ഡോക്ടറെ കാണാൻ പോവുമല്ലേ. എല്ലാം ശരിയാവും. ദൈവം നമ്മളെ അങ്ങനെ കൈയൊഴിയോ? ചേച്ചി, എന്താ? ചോറ്റുപാത്രം എടുത്തോ. ആ, നീലേ, കുട്ടിക്ക് സ്കൂളിൽ പോകാൻ സമയമാവണു. താമസിച്ചാൽ എനിക്ക് മുതലാളിയുടെ ചീത്ത വിളിയും കിട്ടും. നീ വേഗം ചോറ്റുപാത്രം എടുക്ക്. എനിക്ക് 2 കയ്യേ ഉള്ളൂ. ഭ്രാന്ത് പിടിപ്പിക്കാതെ. അമ്മേന്താ മുന്നറിയിപ്പില്ലാതെ? തള്ളയ്ക്ക് മകനെ കാണാൻ മുൻകൂട്ടി സമയം വാങ്ങണമായിരുന്നു. ഓ, കളക്ടർ സാഹിബിന് തിരക്കാണെന്ന് അറിഞ്ഞിരുന്നില്ലേ? അമ്മ ഇരിക്കൂ. ഓ, പിന്നെ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. ഈ പെങ്കോന്തനോട് 2 വാക്ക് പറയാൻ വന്നതാ. ട്യൂഷന് പോകുന്നുണ്ടോ കല? ഇല്ല, വീട്ടിലിരുന്നുള്ള പഠിത്തമേ ഉള്ളൂ. ചേട്ടാ, ഞാൻ ഒന്ന് പോ പെണ്ണേ. നിന്റെ വാലാട്ടിയാവാൻ അവൻ ഇന്ന് വരുന്നില്ല. എടാ, നിന്റെ കൂടപ്പിറപ്പല്ലേ രാഘവൻ. 10,000 രൂപ കൊടുത്താൽ അവന് കയർ കമ്പനിയിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പഞ്ചായത്ത് മെമ്പർ സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് നീ തന്നേ തീരൂ. എന്റെ അമ്മ നിന്ന് നിപ്പിന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോവാനാ? മില്ലിൽ ചുമടെടുത്ത എത്ര രൂപ കിട്ടുമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ? എടാ, നീ നിന്റെ കെട്ടിയോടെ പൊന്നെടുത്ത് പണയം വെക്ക്. ഓ, പിന്നെ ഇവിടെ ചുമന്നുകൊണ്ട് വച്ചിരിക്കല്ലേ പെട്ടിക്കകത്ത്. പൊന്നുമില്ല പേറുമില്ല. പിന്നെ എന്തിനാടാ നീ ആ ശവത്തിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? വേറെ പോയി കല്യാണം കഴിക്കടാ. നീ അങ്ങനെ ഓടി രക്ഷപ്പെടാതെ നീ പണത്തിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഒരു പെരുമഴ പെയ്ത് തോർന്നു. ഭരതേട്ടന്റെ മനസ്സിൽ വിഷം കുത്തി വെച്ച് കണ്ടില്ലേ? എപ്പോഴും അവരുടെ പണി അത് തന്നെയാ. ആ തള്ളയ്ക്കൊരു പിരി കുറവാ. പൈസയുടെ ആർത്തിയാ. മോളതൊന്നും കാര്യാക്കണ്ട.